ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ പെരുന്നാൾക്ക് അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങുമാണ്. അടിപൊളി പുഡിങ്, കുൽഫി പുഡിങ്ങാണ്. എളുപ്പത്തിലാക്കാൻ പറ്റും. കൂടുതൽ ടൈമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള പുഡിങ് ആക്കാം. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പാലും നട്ട്സൊക്കെയാണ്. മെയിനായിട്ട് നട്ട്സ് ഒഴിവാക്കാനേ പാടില്ല, കാരണം നട്ട്സാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ അടിപൊളി പുഡിങ് എങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ആദ്യം തന്നെ ഇതാക്കി വെക്കാം, സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സിങ് ജാറിലേക്ക് നമ്മൾ എടുക്കുന്നത് കുറച്ച് 1 കപ്പ് പാല്, 1 കപ്പിൻ്റെ അത്ര തന്നെ നട്ട്സും, പിന്നെ ഇതൊരു ബദാം ഡ്രിങ്കിൻ്റെ ഒരു സാഷയാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ബദാം മിൽക്കിൻ്റെ സാഷ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ സാഫ്രോണും. എന്നിട്ട് അത് അടിച്ചിട്ട് അത് അവിടെ വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ബോയിലാക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പാലിൻ്റെ മിക്സ്ചറാണ് ഞാൻ അവിടെ ജസ്റ്റ് ജ്യൂസറിലിട്ടിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബദാം മിക്സിൻ്റെ സാഷേ നിങ്ങൾക്ക് അതിപ്പോൾ അവൈലബിൾ ആണ് എല്ലാ മാർക്കറ്റിലും, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ സാഫ്രോൺ ബദാമും കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ടിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ആദ്യം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ട് മെൽറ്റാക്കിയിട്ട് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കാം. അതിൻ്റെ കൂടെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും 1 ടിന്നിൻ്റെ അത്ര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുഡിംഗ് ഡിഷ് ട്രേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ ഈ കുൽഫി മിക്സ് പാലിൻ്റെത് ഇപ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്, കാരണം കസ്റ്റർഡും കാഷ്യൂ നട്ട്സും ഒക്കെ ഗ്രൈൻഡ് ചെയ്തതല്ലേ. അപ്പോൾ അതിൻ്റെ മിക്സും എല്ലാം കൂടി ആകുമ്പോൾ ഇതുവേ കട്ടിയാവും. പിന്നെ ഇത് ഏകദേശം ഞാൻ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ടില്ല, അപ്പോഴത്തേക്കന്നെ മേലത്തെ ഭാഗം സെറ്റായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ ഞാൻ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പിസ്തയും ആൽമണ്ടുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഈ പുഡിങ്ങിൽ നമ്മൾ ഇതന്നെ ചേർക്കണം, വേറെ എന്തെങ്കിലും ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കധികം കിട്ടത്തില്ല. ഇത് ഒഴിവാക്കാനും പാടില്ല, കാരണം കുൽഫിയിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നട്ട്സും സാഫ്രനൊക്കെ ഉള്ള ഒരു മണമാണ്. അപ്പം സാഫ്രൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം ആ പാലിൻ്റെ ബദാം മിക്സിൻ്റെ സാഷേ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ ഉണ്ട്. പിന്നെ മാർക്കറ്റിൽ നമുക്ക് ബദാം മിക്സിൻ്റെ ചെറിയ ബോട്ടിലും കിട്ടുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ട് ബാമ്പിനോ, നാട്ടിൽ കിട്ടുന്ന ബാമ്പിനോ പ്രോഡക്റ്റാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ നാട്ടിൽ ഏതാണ് അവൈലബിൾ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ആക്കിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾക്കിത് സെറ്റായി കിട്ടും. ഈസി ആയിട്ടുള്ള പുഡിങ്, അടിപൊളി പുഡിങ്ങാണ്. ഈ പെരുന്നാൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാഫ്രനാണ് അതിൻ്റെ ഒരു മണം. അപ്പം അത് പ്രത്യേകം ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം കുൽഫി പുഡിങ്ങിൽ അത് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പെരുന്നാൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാനോ അല്ല ഫ്രണ്ട്സിന് കൊടുക്കാനോ പാർട്ടിക്കലാക്കാൻ വേണ്ടിയിട്ടും തന്നെ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ആക്കാൻ പറ്റും. സെറ്റാകുമ്പം തന്നെ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരില്ല. തണുപ്പോടെ നല്ല തണുപ്പിച്ച് കഴിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ ചൈന ഗ്രാസും കസ്റ്റേർഡൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട്, നട്ട്സൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് സെറ്റായി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്